Hi everyone, welcome back to Harrison Academy. I am Rizwan Ramzan Ahmad and this is our YouTube marketing series continuation. And in this video, you will content you YouTube content create and create and uddeshikkunna aalkarte chodicchittulla chelappo ningal enna chodichittulla karyayirikkum engane YouTube monetize cheyyum allengi engane YouTube monetize cheyyam engane paisa undakka ennallathu. So യൂട്യൂബിൽ മുന്നേ അതായത് കുറച്ച് മുന്നേ വരെ ഒരൊറ്റൊരു മെത്തേഡിൽ മാത്രം അല്ലെങ്കിൽ ഒരൊറ്റൊരു വേയിൽ മാത്രമേ മോണറ്റൈസേഷൻ പോസിബിൾ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് രണ്ട് ഫേസിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോണറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ചും കൂടെ എളുപ്പമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മോണറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് വേ, ഇതിന് മുന്നേ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സ്റ്റിൽ റെലവൻ്റ് ആയിട്ടുള്ളൊരു വേ എന്ന് പറയുന്നത് കുറേ തരത്തിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ആഡ്സ് വഴി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് റവന്യൂ തന്നെ ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. ഷോർട്ട് ഫീഡ് ആഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ യൂട്യൂബ് ആഡ്സ് ഉണ്ട്. പക്ഷേ ഷോർട്ട് ഫീഡ് ആഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം യൂട്യൂബിൽ ഷോർട്സ് എന്ന് പറയുന്ന ഫീച്ചർ കൂടെ അവൈലബിൾ ആണ്. സോ ഷോർട്സിനും യൂട്യൂബ് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വർടൈസ്മെൻറ്റ്സിനുള്ള റവന്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്. സോ ഷോർട്ട് ഫീഡ് ആഡ്സിനും ലോങ് ഫോം യൂട്യൂബ് ആഡ്സിനും നമ്മൾ എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക്കായിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കണം. മാത്രമല്ല കഴിഞ്ഞ 365 ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 4000 വാച്ച് ടൈം അവേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ടോട്ടൽ എത്രത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ടോ ആ ആൾക്കാരൊക്കെ കൂടിയിട്ട് 4000 മണിക്കൂർ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കണം. ഓർ ഷോർട്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 90 ദിവസം അഥവാ 90 ദിവസത്തെ ടൈം സ്പാൻ എടുക്കുന്ന സമയത്ത് 10 മില്യൺ ഷോർട്ട് വ്യൂസ് ഉണ്ടായിരിക്കണം. സോ ഈ ക്രൈറ്റീരിയയിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ, അതായത് 1000 സബ്സ്ക്രൈബർ പ്ലസ് ഈതർ 4000 വാച്ച് അവേഴ്സ് ഓർ 10 മില്യൺ ഷോർട്ട് വീഡിയോസ്, ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ആഡ് റവന്യൂ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ആഡ് റവന്യൂ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ മെത്തേഡ് കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേ 1 തൊട്ടിട്ട് യൂട്യൂബ് ഒരിക്കലും നമുക്ക് പൈസ പേ ചെയ്ത് തുടങ്ങുന്നില്ല. നമ്മളൊരു പെർട്ടിക്കുലർ ഗ്രോത്ത് എൻഷുർ ചെയ്തതിനാൽ മാത്രമേ നമുക്ക് യൂട്യൂബ് എന്ത് ചെയ്യുന്നുള്ളൂ, പേയ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബ് ഏൺ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. ആൻഡ് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ഓൺ ആൻ ആവറേജ് പറയുന്നത് 140 വീഡിയോസ് ചെയ്തതിനാൽ മാത്രമേ ആവറേജ് വേൾഡ് വൈഡ് ആയിട്ട് ആൾക്കാർ യൂട്യൂബിൽ ഏൺ ചെയ്ത് തുടങ്ങുന്നുള്ളൂ എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് നേരത്തെ പൈസ കാണാനായിട്ട് സാധിക്കും. പക്ഷേ എക്സെപ്റ്റ് ആഡ് റവന്യൂ, നിങ്ങൾക്ക് മെമ്പർഷിപ്സിലൂടെയും സൂപ്പേഴ്സിലൂടെയും ഷോപ്പിങ്ങിലൂടെയും മോണിറ്റൈസ് ആവാനുള്ള ഒരു ഓപ്ഷൻ കൂടെ യൂട്യൂബ് ഇതിന് മുന്നേ തന്നെ സെറ്റ് ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞ ടാർഗറ്റ് എത്തുന്നതിന് മുന്നേ തന്നെ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, യൂട്യൂബ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന് നിങ്ങൾക്ക് ആകെ 500 സബ്സ്ക്രൈബേഴ്സ് മതി. അതേപോലെ തന്നെ കഴിഞ്ഞ 90 ദിവസത്തിൻ്റെ ഇടയിൽ ഒരു 3 അപ്ലോഡ് ഉണ്ടായിരിക്കണം. ഇതല്ലാതെ കഴിഞ്ഞ ഒരു വർഷം അഥവാ 365 ദിവസത്തിൻ്റെ ഇടയിൽ 3000 വാച്ച് ടൈം അവേഴ്സ് ഉണ്ടായിരിക്കണം. ഓർ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 3 മില്യൺ ഷോർട്ട് വ്യൂസ് ഉണ്ടായാലെങ്കിലും മതി. സോ ഈ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റ് സെല് ചെയ്തുകൊണ്ട്, അഥവാ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ ആൾക്കാർക്ക് കൊടുത്തിട്ട് ആ പേ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു മന്ത്ലി ഒരു റവന്യൂ അല്ലെങ്കിൽ മന്ത്ലി ഒരു മെമ്പർഷിപ്പ് ഫീ പേ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാനും കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അവർ പേ ചെയ്യുന്ന മണീൻ്റെ ഒരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് വരുന്ന രീതിയിലേക്കായിട്ട് എന്ത് ചെയ്യും, യൂട്യൂബ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സൂപ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ തരുന്ന ഒരു ടോക്കനൊക്കെ പോലുള്ളൊരു ഗിഫ്റ്റ് പോലത്തെ ഒരു എലമെൻ്റ് ആണ്. അതിൽ നിന്നുള്ള റവന്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, യൂട്യൂബ് നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെയുള്ളത് ഷോപ്പിംഗ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പാരൽസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഐറ്റം ഒരു പ്രൊഡക്റ്റ് ആൾക്കാരിലേക്ക് സെല് ചെയ്യാൻ, ഡയറക്റ്റ്ലി സെല് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും യൂട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട് അവൈൽ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. സോ ഈ മെത്തേഡിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസേഷൻ എന്നുള്ളൊരു ഫാക്ടർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ അവൈൽ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയണം. അത് നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് അതായത് യൂട്യൂബിൽ പോയിട്ട് യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയിലേക്ക് വരാം. അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഏൺ എന്ന് പറയുന്ന, അതായത് നിങ്ങളുടെ യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ ഏൺ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ അറിയാനായിട്ട് സാധിക്കും. എലിജിബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി എലിജിബിൾ ആയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇനി എത്രത്തോളം കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്, എത്ര സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എത്ര വാച്ച് ടൈം ഇനി വേണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഒരു ഡാഷ്ബോർഡ് പോലെ ഒരു സ്ഥലത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെ കാണാനായിട്ടും സാധിക്കും. സോ ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ ഫോർ യു. നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ചെയ്യുക, എന്താണ് നിങ്ങളുടെ ഡൗട്ട് എന്നുള്ളത്. അതിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ടിൽ നൗ. സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വൺ. ടിൽ ദെൻ ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് 0 pictures.